സ്വാഗതം. സയന ടാരോ കാർഡ് റീഡിലേക്ക് ഹാർദവമായ സ്വാഗതം. ഉറങ്ങുന്നതിന് മുമ്പ് ഞാൻ എന്തെങ്കിലും ഒന്ന് അറിയാനുണ്ടോ എന്നാണ് നമ്മൾ ഏഞ്ചൽസിനോട് ചോദിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഏഞ്ചൽസ് എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. ആദ്യത്തെ കാർഡ് നമുക്ക് ഇപ്പോൾ നമ്മൾ അറിയാത്തൊരു എനർജി എന്താണ്. രണ്ടാമത്തെ കാർഡ് എന്ന് പറയുന്നത് എവിടേക്കാണ് നാം പോയിക്കൊണ്ടിരിക്കുന്നത്. മൂന്നാമത്തെ കാർഡ് അത് നമുക്ക് കിട്ടുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ എന്താണ് ഞാൻ അറിയാത്തൊരു എനർജി എന്ന് നാം ചോദിച്ചപ്പോൾ നമുക്ക് വന്നിട്ടുള്ള കാർഡ് 6 ഓഫ് വാണ്ട്സ് എന്ന് പറയുന്ന കാർഡാണ്. 6 ഓഫ് വാണ്ട്സ് എന്ന് പറയുന്നത് സെലിബ്രേഷൻ്റെ കാർഡാണ്. അപ്പോൾ തീർച്ചയായിട്ടും നാം തിരിഞ്ഞു നോക്കുമ്പോൾ ആർക്കും അച്ചീവ് ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഒരു പക്ഷേ നാം അതിനെപ്പറ്റി അവെയർ ആയിരിക്കില്ല. അപ്പോൾ ഗ്രേറ്റ്ഫുൾ ആയിരിക്കുക എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ താങ്കൾക്ക് ഈ വീഡിയോ കാണാൻ പറ്റുന്നുണ്ട്, കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് തന്നെ ഏറ്റവും വലിയ കാര്യമാണ്. അപ്പോൾ ബി ഗ്രേറ്റ്ഫുൾ എന്നുള്ളതാണ് നമ്മളിന്ന് അറിയേണ്ടത്. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നാം എപ്പോഴും നമ്മളിലുള്ളതിൽ ഗ്രേറ്റ്ഫുൾ ആയാലേ നമുക്ക് ആഗ്രഹിക്കുന്നത് ലഭിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് ആദ്യത്തെ എനർജി എന്ന് പറയുന്നത്. രണ്ട്, എവിടേക്കാണ് നാം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഞാൻ ചോദിച്ചപ്പോൾ നമുക്ക് വന്നിട്ടുള്ള കാർഡ് 5 ഓഫ് സോർട്സ് എന്ന് പറയുന്ന കാർഡാണ്. 5 ഓഫ് സോർട്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കണ്ടറിയാൻ പറ്റും, വളരെ ദുഃഖിതനായിട്ട് നിൽക്കുന്ന ഒരാളാണ്. അടുത്തിരുന്ന് ആരോ ചെവി തിന്നുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും പുറകിൽ നിന്ന് ആരോ നമ്മുടെ വിഷമം കണ്ട് ആഹ്ലാദിക്കുന്നുണ്ട്. 5 ഓഫ് സോർട്സ് എന്ന് പറയുന്നത് ഒരു ചതി പറ്റിയതിന് ശേഷമുള്ള ഒരു അവസ്ഥയാണ്. അതായത് ഒരു അൺഫെയർ ബാറ്റിൽ തോറ്റൊരവസ്ഥ, അപ്രതീക്ഷിതമായിട്ടുള്ള തിരിച്ചടി കിട്ടിയൊരവസ്ഥ. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു അവസ്ഥയിൽ കൂടിയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളെപ്പോഴും ഓർക്കണം, ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത് വലിയ മുറിവേൽപ്പിക്കുന്നതാണ്. കാരണം സോഡ് എന്ന് പറഞ്ഞാൽ വാളുകളാണല്ലോ. അപ്പോൾ വാളുകൾ നമ്മുടെ ഹൃദയത്തിലുണ്ടാക്കുന്ന മുറിവുകളും വേദനകളും നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നാം കടന്നുപോയിക്കൊണ്ടൊരു അവസ്ഥ എന്ന് പറയുന്നത്. എന്താണ് നമുക്ക് ഫൈനൽ റിസൾട്ട് അടുത്ത് തന്നെ നമ്മൾ ചോദിച്ചപ്പോൾ നമുക്ക് വന്നിട്ടുള്ളത് 8 ഓഫ് വാണ്ട്സ് എന്ന് പറയുന്ന കാർഡാണ്. 8 ഓഫ് വാണ്ട്സ് എന്ന് പറയുന്നത് വളരെ വേഗത്തിൽ കുതിക്കുന്ന കാർഡാണ്. ഒരു വിജയത്തിൻ്റെ കാർഡാണ്, സ്പീഡിൻ്റെ കാർഡാണ്. നിങ്ങൾക്ക് കണ്ടറിയാൻ പറ്റും, ഒരുപാട് പ്രകാശത്തിലേക്ക് വാണ്ടുകൾ എന്ന് പറയുന്ന അഭിനിവേശമാണ്, ഫയർ ഉയർത്തി നിൽക്കുന്നൊരു കാർഡാണ് കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളിന്ന് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും 6 നിന്ന് 8 ഒരു യാത്രയാണ് നടക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഒരു കഷ്ടകാലത്തിലാണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് ഓർക്കണം, കഷ്ടകാലം എന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ളൊരു കാര്യമാണ്. അത് ഈശ്വരന്മാരും ഇതാക്കിയിട്ടുണ്ട്. ശിവനെപ്പോലും ശനി പിടിച്ചിട്ടുള്ളൊരു കഥയുണ്ട്. അപ്പോൾ അൾട്ടിമേറ്റ്ലി അത് നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല. എല്ലാ കാലവും കടന്നു പോകും. അതിനുശേഷം അതിശീഘ്രം വളരെ വേഗത്തിലതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് താങ്കൾ അറിയണമെന്ന് ഏഞ്ചൽസ് പറയുന്നത്. ഐ വിഷ് യു ഗുഡ് നൈറ്റ്. നമുക്ക് നാളെ രാവിലെ കാണാം. താങ്ക് യു വെരി മച്ച്.